UDF ഒരു സമരം ചെയ്യുന്നില്ല. UDFിൻ്റെ ഒരു സമരവും കേരളത്തിൽ, ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരവും കേരളത്തിൽ നടക്കുന്നില്ല. 4 യൂത്ത് കോൺഗ്രസ്സുകാർ റോഡ് സൈഡിൽ ഇരുന്നിട്ട് കാറിന് ചാടുന്നതല്ലാതെ 1000 പേരെ സംഘടിപ്പിച്ച ഒരു സമരം കേരളത്തിൽ ഒരിടത്തും നടക്കുന്നില്ല. ഞങ്ങളെ പരിപാടികൾ നോക്കൂ നിങ്ങൾ. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തിയപ്പോഴും കലക്ട്രേറ്റ് മാർച്ച് നടത്തിയപ്പോഴും 2000 കേന്ദ്രങ്ങളിൽ ജനപഞ്ചായത്ത് നടത്തിയപ്പോഴും വലിയ ജനപങ്കാളിത്തത്തോടെയാണ് നടത്തുന്നത്. നിങ്ങൾ കാണുന്നത് ഈ പത്രസമ്മേളനം മാത്രമാണ്. VD സതീശന് നിങ്ങൾ അരമണിക്കൂർ 3/4 മണിക്കൂർ ലൈവ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളിവിടെ വിചാരിക്കുന്നത് അവർ UDF ഒരു സമരവും ചെയ്യുന്നില്ല, UDF ചിത്രത്തിലേ ഇല്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ മാസപ്പടി കേസ് നിയമസഭയിൽ പരാമർശിക്കപ്പെടാൻ പോലും ഇഷ്ടപ്പെടാത്ത ആളാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. എന്താ കാരണം? മാസപ്പടി പിണറായി വിജയനും വാങ്ങി, വീണ വിജയനും വാങ്ങി, പിന്നെ വാങ്ങിയതെല്ലാം UDFകാരാണ്. കുഞ്ഞാലിക്കുട്ടി, ചെന്നിത്തല, ഇബ്രാഹിം കുഞ്ഞ് എല്ലാവരും വാങ്ങിയിരിക്കുകയാണ്. ഇനിയും പേരുകൾ വരാനുണ്ട്. അതുകൊണ്ട് UDFിനെ ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമായിട്ട് ജനങ്ങൾ കാണുന്നില്ല. UDFിന് ഒരു ജനപിന്തുണയുമുള്ള സമരമില്ല. 4 യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടിയായി ചാടിയത് നിങ്ങളെല്ലാവരും കാണിച്ചു വലിയ ലൈവായിട്ട്. ഒരു ജനപങ്കാളിത്തവും അവരുടെ സമരത്തിലുണ്ടായിട്ടില്ല. അതാണ് സത്യം. ഞാൻ പറഞ്ഞ 250 രൂപ 1 കിലോ റബ്ബറിന് കൊടുക്കാമെന്ന് പറഞ്ഞ പിണറായി വിജയനെ പിടിക്കാതെ നരേന്ദ്രമോദിക്കെതിരെ VD സതീശൻ പറയണമെങ്കിൽ, VD സതീശൻ പ്രതിപക്ഷ നേതാവല്ല, മന്ത്രിസഭയിലെ ഒരു അംഗമാണ്, 21ാമത്തെ അംഗമാണ്. VD സതീശൻ ഒരു അന്തസ്സുള്ള പ്രതിപക്ഷ നേതാവാണെങ്കിൽ LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുകയാണ് 250 രൂപയാക്കി 1 കിലോ റബ്ബറിന് മാറ്റും. നിങ്ങൾ വായിച്ചു നോക്കിയിട്ടില്ലേ? എന്നിട്ട് എന്താണ് സതീശൻ കേന്ദ്രത്തിനെ കുറ്റം പറയുന്നത്? കേന്ദ്രത്തിനെ കുറ്റം പറയാനുള്ള കാരണം ക്രൈസ്തവ സഭകൾ അവരെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കുന്നു. ക്രൈസ്തവ സമുദായം അതിനുള്ള പണിയാണ് സതീശൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തുറക്കം വയ്ക്കാനുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ LDFിനെയാണ് സതീശൻ വിമർശിക്കേണ്ടത്. അയാൾ പ്രതിപക്ഷ നേതാവായിട്ടാണ് ജനങ്ങൾ അയാളെ അയച്ചിരിക്കുന്നത്. അയാളുടെ ധർമ്മം പ്രതിപക്ഷ ധർമ്മമാണ്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാവാനാണ് VD സതീശനെ നിയമസഭയിൽ അയച്ചിരിക്കുന്നത്. പിണറായി വിജയൻ്റെ പെട്ടി തൂക്കാനല്ല ജനങ്ങൾ VD സതീശനെ കേരള നിയമസഭയിൽ അയച്ചത്, പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ട് അയച്ചത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ചെല്ലപ്പെട്ടി തൂക്കുന്ന ആളായിട്ട് VD സതീശൻ മാറിയിരിക്കുകയാണ്. ഒരു കാര്യവും അയാൾ പറയുന്നത് ജനം വിശ്വസിക്കുന്നില്ല.